എ.ഐ.സി.സി സംഘടനാ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലിനെ തകർത്ത് കളയാൻ തീരുമാനമെടുത്തവർ കേരളത്തിൽ തകർത്താടുകയാണ്. ഇതിന് പിന്നിൽ കളിക്കുന്ന യഥാർത്ഥ സൈബർ ഗുണ്ടകളെ കണ്ടെത്തി തക്കതായ ശിക്ഷ നൽകാൻ കേരളത്തിലെ ഒരു എം.എൽ.എ തന്നെ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു. വേണുഗോപാലിനെതിരെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ആസൂത്രിതമായ സൈബർ സംഘടിത ആക്രമണം നടക്കുന്നുവെന്നും നിയമത്തിന് മുന്നിൽ അവരെ എത്തിക്കുമെന്ന് ഉറപ്പിച്ച് പോരാട്ടത്തിനിറങ്ങിയത് കോഴിക്കോട് DCC അധ്യക്ഷനും കൊയിലാണ്ടി MLA-യുമായ അഡ്വക്കേറ്റ് പ്രവീൺ കുമാറാണ്. സത്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് വളരെ അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ്. ഇന്നത്തെ കോൺഗ്രസിൻ്റെ അവസ്ഥ നമുക്കറിയാം. ജനങ്ങൾ നല്ല പിന്തുണ നൽകുന്നുണ്ടെങ്കിലും പാർട്ടിക്കുള്ളിൽ വലിയ അടി നടക്കുകയാണ്. ഇതെല്ലാം മാധ്യമങ്ങളുടെ വലിയ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് കോൺഗ്രസ് ഇങ്ങനെയൊരു അവസ്ഥയിൽ എത്തിയത് എന്ന് പ്രവർത്തകർ അറിയാതെ പോകുന്നു. സാറ്റലൈറ്റ് മാധ്യമങ്ങളും അതുപോലെ സാമൂഹിക മാധ്യമങ്ങളും കോൺഗ്രസിൻ്റെ നേതാക്കളെ വളരെ വ്യക്തമായി ടാർഗറ്റ് ചെയ്യുമ്പോൾ അവർ അതിനുപയോഗിക്കുന്നത് കോൺഗ്രസിലെ തന്നെ മറ്റൊരു നേതാവിൻ്റെ പേരും പറഞ്ഞുകൊണ്ടാണ് എന്നുള്ളതാണ് സത്യം. വി.ഡി. സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് തെറിപ്പിക്കാൻ നോക്കുന്നത് കെ.സി. വേണുഗോപാലാണ് എന്ന് പറയുന്ന അതേ മാധ്യമങ്ങൾ തന്നെ കെ.സി. വേണുഗോപാലിനെ അധിക്ഷേപിക്കാൻ സതീശൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് വളം വെച്ചു കൊടുക്കുകയുമാണ്. അങ്ങനെ സതീശനും കെ.സിയും അറിയാത്ത കാര്യങ്ങൾ പോലും മാധ്യമങ്ങൾ കോൺഗ്രസിനെ തകർക്കാൻ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതിന് ഒരറുതി വരുത്തുവാനാണ് MLA പുതിയ ദൗത്യവുമായി ഇറങ്ങിയിരിക്കുന്നത്. കെ.സി. വേണുഗോപാൽ MP കോൺഗ്രസിൻ്റെ ഈ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രമുഖനായ ഒരു നേതാവാണ്. ഈ രാജ്യം മുഴുവനുള്ള BJP-ക്കാർക്ക് അതുകൊണ്ട് തന്നെ വേണുഗോപാൽ ശത്രുവുമാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ അണികളെ പോലും തമ്മിൽ തല്ലിച്ച് അദ്ദേഹത്തിനെതിരാക്കി മാറ്റുന്നത് ഒരു അജണ്ടയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉപയോഗിച്ച് സൈബർ ആക്രമണം നടത്തുന്നവരെ കണ്ടെത്താൻ അന്വേഷണത്തിന് ഉത്തരവിടണമെന്ന് പ്രവീൺ കുമാർ MLA ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഉന്നത നേതാവായ വേണുഗോപാൽ കേൾക്കുകയോ അറിയുകയോ ചെയ്യാത്ത വിഷയങ്ങളിൽ പോലും അനാവശ്യമായി വലിച്ചിഴച്ച് അപമാനിക്കാൻ ചില കേന്ദ്രങ്ങൾ ബോധപൂർവമായ ശ്രമം നടത്തുന്നതായി സംശയിക്കുന്നു എന്ന് ആഭ്യന്തരമന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ പ്രവീൺ കുമാർ വ്യക്തമാക്കിയിരിക്കുന്നു. അദ്ദേഹം നേരിട്ടിടപെടാത്ത കാര്യങ്ങൾക്ക് പോലും വേണുഗോപാലിൻ്റെ ചുമലിൽ വെച്ച് കെട്ടി ദേശീയ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളെ അപകീർത്തിപ്പെടുത്താനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ മറ്റുള്ള ശക്തികൾ ഇടപെടുകയും അതുവഴി കോൺഗ്രസിനെ തമ്മിൽ തല്ലിക്കാൻ അവർക്ക് കഴിയുകയും ചെയ്യുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ ഇനി ആരായാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും അടിയന്തരമായ അന്വേഷണത്തിന് ഉത്തരവിടണമെന്നും പ്രവീൺ കുമാർ ആഭ്യന്തരമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഒരു വളരെ വ്യക്തമായി അറിയേണ്ട ഒരു കാര്യമുണ്ട്. കേന്ദ്രത്തിലും കേരളത്തിലും 10 വർഷത്തിലേറെ ഭരണമില്ലാതിരുന്ന കോൺഗ്രസ്സിന് തെരഞ്ഞെടുപ്പ് ചെലവ് നടത്താൻ ഇവിടെ 10ൻ്റെ പൈസ കയ്യിലുണ്ടായിരുന്നില്ല. എന്നിട്ടും ഈ രാജ്യം മുഴുവൻ നടന്ന് കേരളത്തിലെ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് ചെലവ് നടത്തിയത് കെ.സി. വേണുഗോപാലായിരുന്നു ഏകദേശം. പക്ഷെ അദ്ദേഹത്തെ അപമാനിച്ചു കൊണ്ടിരിക്കുകയാണിപ്പോൾ. ഇത് അനുവദിക്കാനാവില്ലെന്നും 63 MLA-മാരെ സൃഷ്ടിക്കുന്നതിൽ കെ.സി. വലിയ പങ്ക് വഹിച്ചുവെന്നും പ്രവീൺ കുമാർ ഉറപ്പിക്കുന്നു. അതൊന്നും ആരും പറയാതെ കോൺഗ്രസിനെ തകർക്കാൻ ഇതിൻ്റെ പിന്നിൽ വലിയ റാക്കറ്റ് പ്രവർത്തിക്കുകയാണ്. ഇതിന് പിന്നിൽ ദുരുദ്ദേശമുണ്ടെന്നും പിന്നിൽ കോൺഗ്രസ്സുകാരല്ല എന്നും പ്രവീൺ കുമാർ കണ്ടെത്തിയിട്ടുണ്ട്. സത്യത്തിൽ കേരളത്തിലെ ആത്മാഭിമാനമുള്ള കോൺഗ്രസ്സുകാർ എല്ലാം സംഘടിച്ച് ചെയ്യേണ്ടുന്നൊരു കാര്യമാണിത്. സംഭവത്തിൽ ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് അങ്ങനെയല്ല വേണ്ടിയിരുന്നത്. ആഭ്യന്തരമന്ത്രി തന്നെ സ്വമേധയാ കേസെടുക്കാൻ ആവശ്യപ്പെടേണ്ടതായിരുന്നു. അത് കെ.സി. വേണുഗോപാലിനെ ഉയർത്തിക്കാണിക്കാനല്ല, പകരം കോൺഗ്രസിനുള്ളിലെ അരക്ഷിതാവസ്ഥ മാറ്റാൻ വേണ്ടിയാണ്. ഏതായാലും പ്രവീൺ കുമാർ ആരംഭിച്ച ഈ ദൗത്യം വലിയ കയ്യടി നേടുകയാണ്. കോൺഗ്രസിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന 5 അക്കൗണ്ടുകൾ സഹിതമാണ് അദ്ദേഹം പരാതി നൽകിയിട്ടുള്ളത്. ഇതിൽ 4 അക്കൗണ്ട് കോൺഗ്രസിൻ്റെ വ്യാജ പേരിലാണെന്നും പ്രവീൺ കുമാർ തന്നെ കണ്ടെത്തിയിട്ടുമുണ്ട്. പിന്നിൽ ഉള്ളവരെ കണ്ടെത്തണം. കേരളത്തിലെ വിജയത്തിൽ കെ.സിയുടെ പങ്ക് വിസ്മരിക്കാൻ പ്രവർത്തിക്കുന്ന ഈ റാക്കറ്റിനെ തകർത്തെറിഞ്ഞ് കോൺഗ്രസിനുള്ളിലെ ഐക്യം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. പിന്നിൽ ആരായാലും ഉടൻ പുറത്തെത്തിക്കുമെന്ന ഉറച്ച തീരുമാനത്തിലാണ് പ്രവീൺ കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു സംഘം.